തൃശൂർ പൂങ്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ പൂജാപുഷ്പങ്ങൾക്കായി തെച്ചിപ്പൂങ്കാവനം ഒരുക്കി നൽകി ഭക്തൻ. പാർലിക്കാട് സ്വദേശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് ക്ഷേത്ര പൂങ്കാവനം എന്ന പേരിൽ മികവിന്റെ പുഷ്പോദ്യാനം ഒരുക്കി മഹാദേവന് സമർപ്പിച്ചത്. ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഭൂമിയിലാണ് നൂറുകണക്കിന് തെച്ചിത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. സ്വാമി നിഖിലാനന്ദ സരസ്വതി, സ്വാമി നന്ദാത്മജാനന്ദജി തുടങ്ങിയവർ ചേർന്ന് ആദ്യ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യ സുരേഷ്, ആദിത്യ സുരേഷ്, പ്രദീപ് കണ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സുരേഷ് നടത്തിവരുന്ന പുഷ്പോദ്യാന മാതൃക കേരളത്തിൽ ഉടനീളമുള്ള വിവിധ പ്രമുഖ ക്ഷേത്രങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. സഹോദരീപുത്രൻ പ്രദീപ് കണ്ണനോടൊപ്പമാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ശബരിമല, ഗുരുവായൂർ, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങി കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾക്കായി സൗജന്യമായി തെച്ചിപ്പൂന്തോട്ടങ്ങൾ ഒരുക്കിയ സുരേഷ് നേരത്തെയും വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. പല ക്ഷേത്രങ്ങളിലും പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ പുറത്തുനിന്ന് എത്തിക്കുന്നവയാണ്. ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ വൃത്തിയും ശുദ്ധിയും നിറഞ്ഞതായിരിക്കണം. പുണ്യഭൂമികളിലെ പൂന്തോട്ടങ്ങളിൽ പൂജാപുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച സമ്മാനിക്കുന്ന സന്തോഷവും പറഞ്ഞറിയിക്കാനാവില്ലെന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകന്റെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ഭാഷ്യം. നമസ്കാരം. ഇതിൻ്റെ 10ാമത്തെ ക്ഷേത്രമാണ് ഇങ്ങനെ പുഷ്പോദ്യാനം വയ്ക്കുന്നത്. ഈ സ്വാമിജിമാരാണ് എനിക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യം അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുകയും തിരുത്തിയിട്ട് ഇന്ന് ഇതുവരെ എത്തിച്ചില്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും ആശ്രമത്തിലും സ്വാമിമാർക്കാണ്. എന്തായാലും സ്വാമിയുടെ അടുത്ത് സുനിൽ വിളിക്കാമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ നേരിട്ട് വിളിക്കാൻ. ഞാൻ വിളിക്കണോ വെച്ചപ്പോൾ വേണ്ട, സ്വാമിജി എന്നും വന്ന് തോന്നുന്ന ഒരു ക്ഷേത്രമാണെന്ന് പറഞ്ഞത്. പിന്നെ നിഖിലാനന്ദ സ്വാമിജിനെ ഗുരുവായൂരിന്നൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോഴും അത്രയും തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ഈ കാര്യത്തിന് വന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ പെങ്ങളുടെ മോനും ഇതിൽ പങ്കാളിയാണ്. ഇതൊരു ബുദ്ധിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണത്. ഇതിന് വൃത്തിയായിട്ടും ചിട്ടായിട്ടും ഇത് ഭഗവാന്റെ കാക്കിൽ വീണ പൂക്കളാണ്. അപ്പോൾ അതിന് നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, അതുപോലെ സംരക്ഷിക്കും വേണം. അപ്പോൾ സുനിൽ പറഞ്ഞു, ഇവിടെ കുറേ ആൾക്കാരുണ്ട്, സുരേഷ് ഇത് കൊണ്ടുവന്ന് തന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ന്യൂസ് ഡെസ്ക് തനിനിറം.